ഹായ് ഫ്രണ്ട്സ്, DTPയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പേജ് ലേഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കിയിരുന്നു. പേജ് ലേഔട്ട് എന്ന ഇൻഡിസൈൻ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. DTPയുമായിട്ട് ബന്ധപ്പെടുന്ന വർക്കുകളൊക്കെ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് 2 പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ പേജിൻ്റെ ലേഔട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ആ ലേഔട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആ ലേഔട്ടിൽ എങ്ങനെയാണ് ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇതിനകത്ത് ചെയ്യുന്നത്. തുടർന്നുള്ള വർക്കുകൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ഞാൻ ഈ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലേക്കായിട്ട് ഇവിടുന്ന് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച ഈ നമ്മൾ ബ്ലേഡ് കൊടുത്തിട്ടുള്ള ആ ഏരിയയും കൂടെ ഉൾപ്പെടുന്ന ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിലേക്ക് എനിക്കൊരു കളർ ഫില്ല് ചെയ്യണം. നമുക്ക് ഈ ടൂൾ ബോക്സിൽ നിന്ന് കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. ആദ്യം കാണുന്നത് ഫിൽ കളറാണ്. അതിൻ്റെ ബാക്കിലോട്ട് സ്ട്രോക്ക് കൊടുക്കാനുള്ള കളറാണ്. നമ്മൾ ഈ വരച്ചിട്ടുള്ള റെക്റ്റാങ്കിളിന് സ്ട്രോക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഇതിനകത്ത് ഈ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടൂൾ ബോക്സിൽ നിന്നും ഈ കാണുന്ന ഫിൽ കളറിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ CMYക്കാണ് അളവ് കൊടുക്കുന്നത്. കാരണം ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വിസിറ്റിംഗ് കാർഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന വിസിറ്റിംഗ് കാർഡ് ആയതുകൊണ്ട് ഇവിടെ CMYക്ക് അളവാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം 0 കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബ്ലാക്കിൽ മാത്രം കെയിൽ മാത്രം ഞാൻ ബ്ലാക്ക് എഫക്റ്റിന് വേണ്ടിയിട്ട് 100 എന്ന് കൊടുത്ത് OK കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ബ്ലാക്ക് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കോപ്പി വേണം. അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. Ctrl+C പറഞ്ഞ് കോപ്പി എടുക്കുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എഡിറ്റ് മെനുവിൽ നോക്കി കാണാം പേസ്റ്റ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Alt Ctrl+Shift+V ആണ്. അതായത് ഇതിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ മീതെ തന്നെ നമുക്ക് ഒരു കോപ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയാണ് നമ്മൾ Alt Ctrl+Shift+V പ്രസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ Ctrl+V പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പ്ലേസിലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് എവിടെയോ ചെന്ന് പ്ലേസ് ആയിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് Shift Alt Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ മീതെ തന്നെ ഒരു കോപ്പി കിട്ടുന്നതാണ്. ഈ കോപ്പിയെ ഞാനിവിടുന്ന് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ ഈ ഫിൽ കളർ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ വിൻഡോയിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ ഇവിടുന്ന് കുറച്ച് കൊടുക്കുന്നു. ഒരു 90 വാല്യൂ കൊടുത്ത് കളർ ഫില്ല് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ തന്നെ കുറച്ച് ടിൻറ്റ് കുറഞ്ഞ എഫക്റ്റിലേക്ക് ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ടിൻറ്റ് കുറഞ്ഞ ആ ഒരു ബ്ലാക്ക് കളർ ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക. ഞാൻ ഇത്ര ഈ ബോട്ടം സൈഡിൽ നിന്നും മുകളിലും താഴെയും എൻ്റെ സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ചെയ്യേണ്ടത് ഈ വരച്ചിരിക്കുന്ന രണ്ടാമത് വരച്ച റെക്റ്റാങ്കിളിനെ ഇത് നേരത്തെ ബാക്കിൽ നിൽക്കുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ചെയ്യേണ്ടത് ആ ബാക്കിൽ നിൽക്കുന്ന റെക്റ്റാങ്കിളും ഇപ്പോൾ വരച്ച റെക്റ്റാങ്കിളും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ബാറിലും വന്നിട്ടുണ്ട്, ഈ പ്രോപ്പർട്ടി വിൻഡോയിലും വന്നിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി വിൻഡോ നമ്മൾ എടുക്കുന്നത് ഇവിടുന്ന് ഏത് ടൂൾ സെലക്ട് ചെയ്തിരുന്നാലും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം വരുന്നത് ഈ പ്രോപ്പർട്ടി വിൻഡോയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രോപ്പർട്ടി വിൻഡോയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വിൻഡോ മെനുവിൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ വിൻഡോ ഇവിടെ കാണുന്നില്ല എങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2 റെക്റ്റാങ്കിളും ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, അതിനുശേഷം അടുത്ത റെക്റ്റാങ്കിളോട് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ അലൈൻ ഹോറിസോണ്ടൽ സെൻറ്ററും അതുപോലെ തന്നെ അലൈൻ വെർട്ടിക്കൽ സെൻറ്ററും രണ്ടും നോക്കാം. ആദ്യം ഹോറിസോണ്ടൽ സെൻറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഇപ്പോൾ ഹോറിസോണ്ടൽ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ വെർട്ടിക്കൽ സെൻറ്ററാണ്. അപ്പോൾ വെർട്ടിക്കൽ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊരു ലൈനാണ് വരയ്ക്കേണ്ടത്. ലൈൻ വരയ്ക്കുന്നതിനായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. വരയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ടൂൾ ബോക്സിലും അതിൻ്റെ സ്ട്രോക്ക് കൊടുക്കുന്നതിനുള്ള കളർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്ഷൻ ബാറിലും വന്നിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നു. ഈ ഒരു കളർ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച കളറാണ്. ആ കളർ തന്നെ നമുക്ക് ലൈനായിട്ട് കൊടുക്കാം. ഞാനിവിടെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്.
ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിനെയും എനിക്ക് അലൈൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന റെക്റ്റാങ്കിളും ഈ കാണുന്ന ലൈനും തമ്മിൽ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഈ പ്രോപ്പർട്ടീസിൽ അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുന്നതാണ്. അതുപോലെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ എനിക്കൊരു ലോഗോ ഉണ്ടെന്ന് പ്ലേസ് ചെയ്യണം. ഞാൻ അതിലേക്ക് വേണ്ടി ഇവിടെ ഒരു ലോഗോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേസ് ചെയ്തതാണ്. Ctrl+D പറഞ്ഞ് നമുക്ക് ഇങ്ങനെയുള്ള ലോഗോസൊക്കെ പ്ലേസ് ചെയ്യാം. ഈ ലോഗോ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ലൈനിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഈ നേരത്തെ വരച്ച റെക്റ്റാങ്കിളിൻ്റെ ബാക്കിലേക്കാണ് ഇത് പോയത്. അതിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റ് ഫ്രണ്ടിലേക്ക് വരുന്നതാണ്. ബാക്കിലേക്ക് പോകാനും ഇത് തന്നെയാണ് ഓപ്ഷൻ. അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സബ് ഓപ്ഷനായിട്ട് കാണുന്ന സെൻഡ് ടു ബാക്ക്, ബ്രിങ് ടു ഫ്രണ്ട്, രണ്ട് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ലോഗോ ഇതിൻ്റെ സെൻറ്റർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. അഥവാ സെൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കുറച്ച് പോർഷൻ, ആ ലൈൻ നിൽക്കുന്ന പോർഷൻ നീ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ സിസർ ടൂൾ എന്ന് പറയുന്ന ടൂളുണ്ട്. ആ സിസേഴ്സ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് പോർഷനിൽ വെച്ചാണോ നമുക്ക് കളയേണ്ടത് ആ പോർഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലും അതേപോലെ ഏത് പോർഷനിലാണ് വെച്ചിട്ടാണോ കളയേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു സെലക്ട് ചെയ്ത പോർഷൻ മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാനുള്ള ടൂളാണ് ഈ സിസേഴ്സ് ടൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ വിസിറ്റിംഗ് കാർഡ് ഏത് ഫേമിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ ഫേമിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തിങ്കൾ മീഡിയ എന്ന് പറയുന്ന പേരിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല എങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അറേഞ്ചിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കീഴെയോ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ താഴെയാണ് പ്ലേസ് ചെയ്യുന്നത്. കുറച്ച് ചെറിയ ഓപ്ഷനായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊന്ന് വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെലക്ട് Ctrl+A പറഞ്ഞ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമുക്കിതിൻ്റെ അളവൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 9 അളവാണ് ഇവിടെ കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ലോഗോ കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തി വയ്ക്കാം. എന്നിട്ട് ഈ തിങ്കൾ മീഡിയ എന്ന് പറയുന്ന പേര് ഇതിനോട് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു. നമ്മളിവിടെ പേരുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ട് സൈസ് മാക്സിമം അതിൻ്റെ ഫോണ്ട് സൈസ് 12 വരെ കൊടുക്കാം. എന്നാൽ 9-ൽ നിന്നും താഴേക്ക് പോകാതെ നോക്കുക. ബിസിനസ് കാർഡിന് എപ്പോഴും ഒരു 9 ഫോണ്ട് വാല്യൂ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനിതിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്, ലോഗോയ്ക്ക് താഴെ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടേതായ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെടുത്ത് ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. നമ്മളിവിടെ വെച്ചപ്പോൾ ഇത് കാണുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഈ പേജിൽ കാണുന്ന ഈ പിങ്ക് ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ പേജിൻ്റെ ലൈനാണ്. ആ പേജിനകത്താണ് വരേണ്ടത്. കാരണം ഇതിൻ്റെ പേജിൻ്റെ പുറത്ത് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിങ്ക് കളർ കാണുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ എഴുത്തൊക്കെ വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വിസിറ്റിംഗ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര തന്നെ ചെയ്യാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിതിനകത്ത് W എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മാർജിൻ എല്ലാം പോയിട്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വീണ്ടും ഞാൻ W എന്ന് പറയുന്ന ആ ഒരു കീവേഡിൽ തന്നെ ആ ഒരു കീബോർഡിലെ കീയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പേജ് ചെയ്തത്. ഇനി സെക്കൻഡ് പേജിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പേജിൽ ഒരു ചെറിയ ഡിസൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിൻ്റെ ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ബ്ലേഡ് ലൈൻ കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്.
ഒരു റെക്റ്റാങ്കിളിലൂടെ വരച്ചു. ആ റെക്റ്റാങ്കിളിൽ ഒരു കളർ ഫില്ല് ചെയ്യുക. ഞാനിവിടെ എൻ്റെ സ്ട്രോക്ക് കളറിനെ നൺ ചെയ്യുന്നു. സ്ട്രോക്ക് കളർ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് ലൈൻ ഇവിടുന്ന് പോകുന്നതാണ്. ഇപ്പോൾ സ്ട്രോക്ക് ലൈൻ പോയിട്ടുണ്ട്. ജസ്റ്റ് ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്കൊരു കളർ ഇതിനകത്ത് നിന്ന് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ടൂൾ ബോക്സിൽ ഫിൽ കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ അവിടെ നിന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഈ ഒരു കളറാണ് ഫില്ല് ചെയ്യുന്നത്. ബ്ലാക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളറാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു കളർ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിൽ നമ്മളിതിനിപ്പോൾ ഇവിടെ സെലക്ഷൻ പോയിന്റ് കാണുന്നുണ്ട്. പക്ഷേ ആ സെലക്ഷൻ പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടൂൾ ബോക്സിൽ നിന്നുകൊണ്ട് ഈ പെൻ ടൂൾ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ കൂടെ തന്നെ ആഡ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ കാണാം. ആ ടൂളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ആഡ് ആങ്കർ പോയിന്റ് ടൂളുണ്ട്. നമുക്ക് ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള പോർഷനിൽ നമുക്ക് ആങ്കർ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പെൻ ടൂൾ കൊണ്ട് ഈ ഡിസൈൻ വരയ്ക്കാം. പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി, അത് എങ്ങനെയാണ് ആങ്കർ പോയിന്റുകളൊക്കെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഇതിന് നമുക്കിവിടെ നീഡിൽ കിട്ടണം, ഇതിൻ്റെ ഹാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഈ പെൻ ടൂളിനുള്ളിൽ തന്നെ കൺവെർട്ട് ഡയറക്ഷൻ പോയിന്റ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പോയിന്റിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആങ്കർ പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഹാൻഡിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊന്ന് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഈ താഴത്തെ പോയിന്റ് കുറച്ചൊന്ന് താഴത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്യുക. ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ഞാനിവിടെ കൊടുത്തു. ഇനി ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ ഒരു കോപ്പി നമുക്കൊരു ഷെയ്ഡ് പോലെ ഇതിൻ്റെ ബാക്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു കോപ്പി എടുക്കുക, Ctrl+C പറഞ്ഞ് കോപ്പി എടുക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, Shift Ctrl Alt V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് തന്നെ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഫില്ല് ചെയ്യുന്നത് ഈ ഫിൽ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം 0 കൊടുക്കുക. സിയാൻ, മജന്ത, അതുപോലെ തന്നെ യെല്ലോ, ആ വാല്യൂ എല്ലാം 0 കൊടുത്തിട്ട് ബ്ലാക്കിൽ മാത്രം 100 കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. ഇതിനെ എനിക്കിനി ബാക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ മീതെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി ആരോ മാർക്ക് കൊണ്ട് ഒരല്പം ഒന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ അത് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ഡിസൈൻ ഒന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. അത് നിങ്ങളുടെ സൗകര്യാനുസരണം ചെയ്യാം. ഒരല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊരു ഡിസൈനായിട്ട് അത് മാറും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഉചിതമായ രീതിയിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ താഴെ കാണുന്ന ഈ പോയിന്റും മുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ജസ്റ്റ് ആ ഒരു സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോയിന്റിലും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്ത് അതിനെയും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത പോർഷൻ ആണെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ പോയിന്റും കറക്റ്റ് വാല്യൂയിൽ കൊണ്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കാൻ തീരുമാനിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ടൈറ്റിൽ, ഇവിടെ ഞാൻ തിങ്കൾ മീഡിയ ഓൺലൈൻ ക്ലാസ്സസ് എറണാകുളം എന്ന് പറഞ്ഞൊരു ടൈറ്റിലൂടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമേക്ക് കൊണ്ടുവയ്ക്കുന്നു. അതും ബാക്കിലേക്ക് പോയിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അതിനിവിടെ പ്ലേസ് ചെയ്തു. എപ്പോഴും ഈ മാർജിൻ കഴിഞ്ഞ് താഴേക്ക് ഈ ലെറ്ററുകളൊന്നും വരാൻ പാടില്ല. മാർജിനോട് ചേർന്ന് നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ലോഗോ, ഇപ്പുറത്തുണ്ടായിരുന്ന ഈ ലോഗോയുടെ ഒരു കോപ്പി എടുത്ത് ഞാൻ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. അവിടെ നിന്ന് കോപ്പി എടുക്കുന്നു. എന്നിട്ട് Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് മാറി പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ലോഗോയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ, വെബ്സൈറ്റ് അഡ്രസ്സ് ഇതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോൺ നമ്പറിന് പകരം ഞാൻ വെറുതെ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ പ്ലേസ് ചെയ്തിരിക്കുന്നതിൽ നമ്മൾ ഈ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ലോഗോസ് ഉണ്ട്. ഇപ്പോൾ ഇമെയിൽ IDക്കാണെങ്കിലും ഫോണിനാണെങ്കിലും വെബ്സൈറ്റിനാണെങ്കിലും ലോഗോസ് ഉണ്ട്. അപ്പോൾ ആ ലോഗോസൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എവിടെയാണോ വരേണ്ടത് അതാത് സ്ഥലങ്ങളിൽ അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റിൽ ഇതിൻ്റെ ഒരു ഇമെയിൽ IDയുടെ ലോഗോയാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെറുതാക്കുക. ചെറുതാക്കുമ്പോൾ ഷിഫ്റ്റും കൺട്രോളും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ചെറുതാക്കേണ്ടത്. എങ്കിൽ അതിന് പ്രപ്പോർഷൻ അനുസരിച്ച് ചെറുതാവുള്ളൂ. എന്നിട്ട് ആവശ്യമായ അളവിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ ആ ലോഗോ അവിടെ വെച്ച് കൊടുക്കുക. ഇമെയിൽ IDയുടെ മുന്നിലായിട്ട് ആ ലോഗോ വെച്ച് കൊടുക്കുക. മാർജിനോട് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇമെയിൽ IDയുടെ ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് വലുതാക്കി വെച്ചോളാം. അതിനുശേഷം ഇവിടെ ഈ ഫോണിൻ്റെ നമ്മൾ വാട്സാപ്പിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ആ വാട്സാപ്പിൻ്റെ ലോഗോയും ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതും മുകളിൽ വെച്ച് അതേ അളവിൽ തന്നെ ഷിഫ്റ്റും കൺട്രോളും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് പ്രപ്പോർഷൻ അനുസരിച്ച് അതിനൊന്ന് ചെറുതാക്കുന്നു. എന്നിട്ട് അതിനെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യാം. രണ്ടും കഴിയുന്നത് ഒരേപോലെയുള്ള അളവിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. രണ്ടും ഒരേ വലിപ്പത്തിലായിരിക്കുക. എല്ലാം ഈ ലോഗോസ് എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ലോഗോയും അതേപോലെ തന്നെ ആവശ്യാനുസരണം ചെറുതാക്കിയതിന് ശേഷം അത് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ സെലക്ഷൻ നമ്മൾ ഈ ലോഗോയ്ക്ക് ചുറ്റും കാണുന്ന സെലക്ഷനൊക്കെ ആണെങ്കിൽ നോർമലി ഒരു കീവേഡും പ്രസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യാനുസരണം അത് ചെറുതാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് അതും അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ മുന്നിലായിട്ട് പ്ലേസ് ചെയ്യുക. ഈ വിസിറ്റിംഗ് കാർഡിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വിസിറ്റിംഗ് കാർഡാണ്. ഇതിൻ്റെ ഫോണ്ട് സൈസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഫോണ്ട് സൈസ് മാക്സിമം 9-10 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിർത്താൻ നോക്കുക. ടൈറ്റിൽ മാത്രം വരികയാണെങ്കിൽ ഒരു 11 ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുക. മാക്സിമം ആ ഒരു സൈസിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിസിറ്റിംഗ് കാർഡ് കാണാൻ ഭംഗി എന്ന് പറയുന്നത് ഫോണ്ട് ചെറുതായിരിക്കുമ്പോഴാണ്. തീരെ ചെറുതാവാനും പാടില്ല, 9-ൽ നിന്ന് താഴേക്ക് പോകാനും പാടില്ല. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഈ ഇൻഡിസൈനിൽ മറ്റേതെങ്കിലും ഈ ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിലേക്കുള്ള എല്ലാ ടൂളുകളും ഈ പുതിയ വെർഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു വർക്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഇതിനെ ഒന്ന് PDF ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് ഫയൽ മെനുവിൽ നിന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുമുമ്പ് ഇതൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം Ctrl+S പറഞ്ഞ് ഒന്ന് സേവ് ചെയ്യുക. ഞാൻ ഓൾറെഡി നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഇത് Ctrl+S പറഞ്ഞ് സേവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്യേണ്ടി വരും. ഇവിടെ Ctrl+S പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫയൽ മെനുവിൽ പോവുക, എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ എക്സ്പോർട്ട് എന്ന വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ DTP എന്ന് പറയുന്ന പേരിലാണ് ഇതിനെ സേവ് ചെയ്യുന്നത്. DTP എന്ന് പറയുന്ന പേരിൽ ഞാൻ സേവ് ചെയ്യുകയാണ്. PDF ആയിട്ട് സേവ് ചെയ്യണം. സേവ് കൊടുത്തു. അപ്പോൾ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ Adobe PDF പ്രീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ PDF-നെ സ്മോളസ്റ്റ് ഫയൽ സൈസിലേക്കും പ്രസ് ക്വാളിറ്റിയിലേക്കും ഹൈ ക്വാളിറ്റി പ്രിൻറ്റിലേക്കും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് പ്രസ് ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നു, ഒരു മീഡിയം ക്വാളിറ്റിയിൽ സെലക്ട് ചെയ്യുന്നു. ഇനി 2 പേജും വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓൾ കൊടുക്കുകയാണെങ്കിൽ 2 പേജ് നമുക്ക് PDF ആയിട്ട് കിട്ടും. അതല്ല നമുക്ക് സെപ്പറേറ്റ് രണ്ടാമത്തെ പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ പേജ് നമുക്കിവിടെ റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലിയ വർക്കുകൾ വരുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. PDF ഇതാണ് നമ്മൾ ആ സേവ് ചെയ്ത പേജ്. ഇതിനകത്ത് 2 പേജ് അവൈലബിൾ ആണ്. ഫസ്റ്റ് പേജ് ഇതാ. അപ്പോൾ ഇതിൻ്റെ കീഴെ മറ്റൊരു പേജ് നിൽപ്പുണ്ട്. നമ്മൾ രണ്ടാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്തതാണ്. രണ്ടാമത്തെ പേജ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ 2 പേജ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.